ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. എല്ലാ പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യം, അനുഗ്രഹം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും കഷ്ടപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയാണ്. ശരിയാ ബ്രദർ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. എന്ത് ചെയ്തിട്ട് ഒരു ഐശ്വര്യമില്ല, ഒരു ഉയർച്ചയില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഈ കാര്യം കേൾക്കുമ്പോൾ നെറ്റ് ചുളിഞ്ഞു പോകരുത്. കാരണം ബാക്കിയെല്ലാം ഇഷ്ടപ്പെടും. ഏത് വചനം എഴുതണം, എത്ര പ്രാവശ്യം എഴുതണം, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കും. ഇതൊന്ന് കേട്ടോ. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 12 വരെ. എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതി നിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ആർക്കാണ്? നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക്. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അപ്പോൾ ദാനം ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് കൊടുക്കണം. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത്. പാവപ്പെട്ടവരെ കൊള്ളാം, പ്രൈസ്തലോ ഹല്ലേലൂയ എന്നും പറഞ്ഞ് വിട്ടാൽ പോരാ. ദൈവം ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കപ്പാസിറ്റി ഉണ്ട്, കഴിവനുസരിച്ച് അല്ലേ. ഉറുമ്പിന് അരിഭാരം, ആനക്ക് തടിഭാരം എന്ന് പറയും. എന്താണ് പള്ളിയിൽ സംഭാവന, ധ്യാനത്തിന് സംഭാവന, പ്രാർത്ഥനാരൂപി സംഭാവന, പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, പിള്ളേരുടെ സ്കൂളിൽ കൊടുക്കണം, എല്ലാം പറയും. പറ്റണത് കൊടുക്കണം. കിടന്ന് കരഞ്ഞിട്ട് വലിയ കാര്യമുണ്ട്? ഇനി എല്ലാം ചെയ്തിട്ട് വിളിച്ച് കിടന്ന് കൂകിയിട്ടും വല്ല കാര്യമുണ്ട്? എല്ലാം ചെയ്യും. പള്ളി പണിക്ക് കൊടുക്കണം. ആർക്ക് വേണ്ടിയാ? നമ്മുടെ വീട് പോലെ തന്നെയാണ് നമ്മുടെ ഇടവപ്പള്ളി. നന്നായി കിടന്ന നമുക്ക് കൊള്ളാം. അതുപോലെ നമുക്ക് ആധ്യാത്മികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നവരും വളർത്തുന്നവരും ധ്യാന കേന്ദ്രങ്ങളും ശുശ്രൂഷകരും. അതിൽ കൂടെ അല്ല ഇന്നത്തെ പല അനുഗ്രഹങ്ങളും. പണ്ടേ മരിക്കും ചാകുമെന്നും പറഞ്ഞ് നടന്ന, അല്ലെങ്കിൽ എല്ലാം കൈയൊഴിഞ്ഞ അവസ്ഥകളിലൊക്കെ ഇന്നുള്ള ഒന്ന് പച്ച പിടിച്ച് കിടക്കുന്നെങ്കിൽ അതെല്ലാം നമുക്ക് സഹായകമായിട്ടുണ്ടാകാം. അതുപോലെ ഒരു കാലത്ത് നമ്മളും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും അങ്ങേറ്റം കൂപ്പൂത്തി കിടന്നില്ല. അപ്പം അങ്ങനെയുള്ളവരെ ഓർക്കാനും ദൈവം നമ്മൾ വളർത്തിയതിനും നന്ദി പറയാനും പാവങ്ങളോടൊക്കെ കയറും. പിന്നെ സ്വന്തത്തിലും അത് പറയേ വേണ്ട, നന്ദി കെട്ടവരാണെന്ന് പറയും. അങ്ങനെ ഉണ്ടായാലേ ദൈവത്തിൽ നിന്ന് യഥാർത്ഥ പ്രതിഫലം. നമ്മൾ കൊടുക്കുന്നതിന് മുഴുവൻ നാട്ടുകാരും മുഴുവൻ ഇളിച്ച് നടക്കുകയും നമ്മളെ പുകഴ്ത്തി പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്കുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ. അറിയാതെ ഭയങ്കര പണക്കാരും കാശുകാരും ഒന്നുമില്ല. അവരൊക്കെ കൂട്ടക്കരച്ചിലാണ്. അയ്യോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ബ്രദറെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ പറയണം കേട്ടോ, പറയാൻ. പക്ഷേ എന്തെങ്കിലും ചോദിക്കേണ്ടി വന്നാൽ അന്നേരം കാണാം ഒറിജിനൽ രീതികൾ. പക്ഷേ വളരെ പാവപ്പെട്ടവർ ഇല്ലായ്മയിൽ നിന്നൊക്കെ സഹായിച്ചാണ് ഇത് വരെ ഈ ശുശ്രൂഷ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പം ദാനധർമ്മത്തിൻ്റെ ആ മഹത്വം തിരിച്ചറിയാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു കൃപ. അല്ലെങ്കിൽ പറയും നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിക്കിടും, വേറെ പണിയില്ല, വചനം പറഞ്ഞാൽ പോരാ, വഴി കിടക്കണവർക്ക് ഭക്ഷണം കൊടുക്കണം, കള്ളന്മാരാണ്, കൊള്ളക്കാരാണെന്നൊക്കെ പറയും. എല്ലാവരും അങ്ങനെയാണോ? രക്ഷപ്പെടാനുള്ള എസ്കേപ്പിസം. ചിലർ ആരുടെയും വേണ്ടെന്നാലും ആർക്കോട്ട് കൊടുക്കത്തില്ല. ഇതും കുഴപ്പമുള്ള കാര്യമാണ്. ഒരു ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈശോ അവൻ പറഞ്ഞ് ദൈവപ്രമാണങ്ങളെല്ലാം പണ്ട് പോലെ അല്ലേ എല്ലാം പാലിക്കുന്നവനാണ്. പക്ഷേ നിത്യജീവൻ പ്രാപിക്കുക എന്ത് ചെയ്യണമെന്നും ചോദിച്ചാൽ ഈശോയുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈശോൻ നിനക്കുള്ള എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദൈവം തന്നിരിക്കുന്ന ചിലർക്ക് കഴിവുകളായിരിക്കാം. കഴിവുള്ളവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ട് കേട്ടോ എന്ന് പറയും. അതാണ് ദൈവം ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഷൈജു ബ്രദറിൻ്റെ ശുശ്രൂഷ തന്നെ ഒന്നല്ല. നിങ്ങളെ ദൈവം എവിടെ നട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കയറിപ്പോകുന്ന വഴികൾ, നമ്മുടെ ഇടവക, അതുപോലെ നമ്മളെ ആത്മീയമായി വളർത്തിയവർ, സഹായിച്ചവർ, പ്രാർത്ഥിച്ചവർ, പാവപ്പെട്ടവർ, സ്വന്തത്തിലും ബന്ധത്തിലും പെട്ട ദരിദ്രരായിട്ടുള്ളവർ, പുരോഹിത ശുശ്രൂഷകൾ സാധിക്കുന്ന രീതിയിൽ ഇതെല്ലാം ഒരു സഹോദരി എന്നോട് പറഞ്ഞതാ, ഭർത്താവിൻ്റെ ചേട്ടൻ്റെ 2 മക്കളുണ്ടായ, 2ന് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ബ്രദറെ എനിക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എങ്കിലും ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ് ബിഷപ്പിൻ്റെ വിളി സഹായിക്കുന്ന ഒരു കുടുംബത്തെ ഓർക്കുകയാണ്. കാരണം ഭർത്താവിൻ്റെ ചേട്ടൻ ഉത്തരവാദിത്വമില്ല, പണ്ട് മുതലേ കുടിയും തല്ലും തലകീറുമാണ്. ആ മക്കൾ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതുങ്ങളെ ഒന്ന് പഠിപ്പിച്ച് അങ്ങനെ ഒരു ഉദ്യമം നേഴ്സിംഗ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ നല്ല ഇരുചവി അറിയാം. എന്നോട് പറഞ്ഞു ബ്രദറെ പരസ്യത്തിന് വേണ്ടിയല്ല, എന്നാലും ഞാൻ ഇപ്പോൾ ആരുടെയും പേര് സ്ഥലമൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല മനുഷ്യർ ഉണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഈ വിശപ്പിൻ്റെ വിളി ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ 2 മക്കളും കൂടി അവരുടെ കൊടുക്ക തന്നു. 700 രൂപയോളം ഉണ്ടായിരുന്നു.
ഒത്തിരി എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചു. അവർ പറഞ്ഞ് അങ്കിളിൻ്റെ ആ ഇതിന് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നിങ്ങൾക്ക് സ്കൂൾ തുറന്ന സമയം എന്തെങ്കിലും അങ്ങാട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു വേണ്ട ഷൈജു ഇത് അവരുടെ ആഗ്രഹമാണ്, ഇത് നമ്മൾ തല്ലിക്കിടത്തരുത്, അത് ഞാൻ എങ്ങനെയെങ്കിലും മേക്കപ്പ് അവരുടെ അങ്കിളൊക്കെ കൊടുത്ത പൈസയൊക്കെ ഇട്ടാണ്. അങ്ങനെ ആ ഭക്ഷണം കൊടുത്ത ആ പടങ്ങളൊക്കെ കണ്ടപ്പോൾ ചിലർ പറയും ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്ന് പറയും. ആരെയും നാണം കെടുത്താനോ കുറച്ച് കാണിക്കാനോ അല്ല, ഇത് ഉണ്ണുന്നവൻ അറിയുന്നില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണമെന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന ഇതൊക്കെ കണ്ട് മനസ്സ് തിരിഞ്ഞു വരുന്നവർ, ഇങ്ങനെ ചെയ്യിക്കുന്നവരും ഉണ്ട്. പിന്നെ തരുന്നവരോട് നമുക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിൻ്റെ ഒപ്പമാണ് ചെയ്യുന്നത്. അപ്പോൾ നിയമപരമായ പല കാര്യങ്ങളിലും ഇത് സഹായകമാണ്. കാണാതെ പോയ ഒരാളെ ഇതിൽ ഇങ്ങനെ ഭക്ഷണം മേടിക്കാൻ വന്നതിൽ കണ്ടെത്തി അത് വീട്ടുകാർക്ക് സഹായകമായി. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഏത് കാര്യത്തിനും അതിൻ്റേതായ, അല്ലാതെ ആരെയും കരിയേച്ച് കാണിക്കാനോ കുറച്ച് കാണിക്കാനോ മേടിക്കുന്നവരെ തരം താഴ്ത്താനോ ഒന്നുമല്ല. നമുക്കും അതൊക്കെ വിഷമമുണ്ട്. പക്ഷേ ഇത് കണ്ട് ഇപ്പോൾ ഇത്രയും കൊടുക്കാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പക്ഷേ ഇത്രയും പേർക്ക് ഇതുവരെ ഈ വിശപ്പിൻ്റെ വിളി ശുശ്രൂഷ ഭക്ഷണ വിതരണം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചത് അനേകം സുമനസ്സുകൾ ഇതൊക്കെ കാണും. ഞങ്ങളൊന്നും ഇങ്ങനെയൊന്നും ഓർത്തിട്ടില്ല ബ്രദറെ, അയ്യോ ഇത്രയും ബുദ്ധിമുട്ടുള്ളവരുണ്ടാ. എറണാകുളത്തെ കാര്യമാണോ പറയുന്നത്, വഴി കിടക്കുന്നവർ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വന്നവരുണ്ടാ. നല്ല വസ്ത്രം ഇട്ടവരും വന്നിട്ടുണ്ടല്ല ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നമ്മൾ നല്ല വസ്ത്രം ഇട്ടെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും പട്ടണത്തിൽ പോകുമ്പോൾ ഇതുപോലെ മേടിക്കാൻ പോകും. അപ്പോൾ എന്നോടൊരു സഹോദരൻ പറഞ്ഞ ഇതാണ്, കോഴിക്കോട് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് പഠിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത്. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ കുറഞ്ഞ വിലക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയും മേടിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം ആ സഹോദരൻ വന്നു. ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ആൾക്കാർ വിചാരിക്കും എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നഗരത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും. എന്നോട് കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം ഇതാണ്, ചിലപ്പോൾ അവർക്ക് വന്ന് ട്രെയിനിനും പോകാനും പിന്നെ യാത്രക്കും ഉള്ള പൈസയൊക്കെ ഉണ്ടാകത്തുള്ളൂ. തട്ടിയും മുട്ടി ഒരു കണക്കൂട്ടലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കഴിച്ചായിരിക്കും ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭക്ഷണപ്പൊതി കാണുമ്പോൾ അല്ലാതെ ഓടി വന്നിട്ട് ഇങ്ങനെ മേടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. വളരെ ഒരു മീഡിയം ലെവലിലൊക്കെ ജീവിക്കുന്നവർ, അപ്പോൾ അവർക്കൊരു പൊതി. അതുപോലെ ജോലി തേടി ഇരുന്നിട്ട് ആരും ജോലിക്ക് വിളിക്കാതെ ദിവസങ്ങളും ആഴ്ചകളും ആയി. ജോലിക്കാർ ഒരുപാട് കൂലിക്കാർ നോക്കിയിരിപ്പുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ പറയും 1000 രൂപ കിട്ടും, 900 രൂപ കിട്ടും, 1200 രൂപ കിട്ടുമെന്ന് പറയും. കിട്ടുമായിരിക്കും, ജോലി അതനുസരിച്ച് കിട്ടണ്ടേ. അവർക്ക് നാട്ടിലോട്ടും വീട്ടിലോട്ടും അയച്ചു കൊടുക്കണം, കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഉണ്ടാകും, താമസിക്കുന്ന സ്ഥലത്ത് വാടക കൊടുക്കണം, ഇനി കടത്തിനെ കിടക്കണം, അത് ശരി. പക്ഷേ ഒരു മനുഷ്യന് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെല്ലാം ചിലവുകളുണ്ട്. ആരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുകയല്ല, നമുക്ക് സന്മനസ്സൻ്റെ കൊടുക്കണം, ഇല്ലേ കൊടുക്കണ്ട. ഇനി ചിലരുണ്ട് കൊടുക്കുകയില്ല, ആരെ കൊണ്ടോട്ട് ഒടിപ്പിക്കത്തുമില്ല. അത് ഭയങ്കര ദോഷമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൾക്ക് കുട്ടികളില്ലായിരുന്നു. വീട്ടിൽ വിഷയച്ചു വന്ന ആൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ല, മോക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഉരുള അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പാ എന്നും പറഞ്ഞിട്ട്. 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. തൊട്ടടുത്ത മാസം ആ മകൾ ഗർഭിണിയായി, പിറ്റേ വർഷം പ്രസവിച്ചു, വീണ്ടും കുട്ടിയുണ്ടായി. 9 വർഷത്തെ ബ്ലോക്ക് മാറി. അപ്പോൾ ദരിദ്രരെ പരിഗണിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, സഹായിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കുടുംബത്തിനും തലമുറകൾക്കും ഐശ്വര്യ കാരണമായി തീരും. നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത്. ചിലരുണ്ട് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ എന്നും പറഞ്ഞ്. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടെ എടുക്കപ്പെടും, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. എനിക്ക് പല അനുഭവങ്ങളും അറിയാം. വെറുതെ എന്തിനാ, ആർക്കൊന്നും തരണ്ട, കൊടുക്കണ്ട. അവർക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഇല്ലക്കം പാടണം. അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കുക. ഇല്ലേ എന്നും പറഞ്ഞ് ഒട്ടകപ്പക്ഷിയുടെ പോലെ വലിയ ശരീരമോ ശത്രുക്കൾ കാണുമ്പോൾ കൊണ്ടുപോയി തല കൊണ്ടുപോയി കുഴിയിൽ കുഴിച്ചു വെച്ചുകൊണ്ട് വല്ലവരും കാണാതിരിക്കുമോ? അപ്പോൾ ഈ ആരെ ബോധിപ്പിക്കാനാണ്? മനുഷ്യമായിട്ട് അല്പം സംസാരിക്കും. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. ഗൾഫിൽ ജോലിയെടുക്കുന്ന മകൻ തൊട്ടരികിൽ കിടക്കുന്ന വീട്ടിൽ വളരെ ദയനീയാവസ്ഥയിൽ കിടക്കുന്ന അമ്മക്കും അപ്പനും കൂടെ 1000 രൂപ എടുത്തുകൊണ്ട് 1000 രൂപയ്ക്ക് എന്തിന് തികയും? 1000 രൂപ എന്തിന് പറ്റും? അപ്പോൾ എല്ലാം ചെയ്യേണ്ട അത് എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോഴാണ് അപ്പം നമുക്ക് കൊടുക്കുന്ന 1000 രൂപ 50, 80 ഒക്കെ മാസം 80, 1 ലക്ഷമൊക്കെ മേടിക്കുന്നവനാണ്. അതുകൊണ്ട് അത് എപ്പോഴും തട്ടുകേടാ. ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും, ഒന്നിലും നിൽക്കാനായിട്ട് പറ്റുന്നില്ല. മാതാപിതാക്കന്മാരെ കണ്ണുനീര് വീഴ്ത്തരുത്. അവരൊന്നും ചോദിക്കത്തില്ല, പക്ഷെ അറിഞ്ഞ് കണ്ട് ചെയ്യണം.
അത് കൊടുത്തുകൊണ്ട് ഒരിക്കലും ദോഷം വരാനായിട്ട് പോകുന്നില്ല, ആരും മോശപ്പെട്ടു പോയിട്ടില്ല. അതും കൂടെ ഓർക്കണം. ദാനധർമ്മവും വിശപ്പിൻ്റെ വിളി എല്ലാം കൊടുക്കും, പക്ഷേ മാതാപിതാക്കന്മാർക്ക് ഉപ്പും കഞ്ഞിയും കൊടുക്കില്ല. ആ മോൻ നോക്കട്ടെ, ഈ മോൻ നോക്കട്ടെ, ഈ മോള് നോക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നവർ ഉണ്ട്. എല്ലാം കൂടി കൊടുത്തതല്ലേ, വന്ന് നോക്കട്ടെ എന്ന് പറയുന്നവരുണ്ട്. തട്ടുകൾ അല്ലെങ്കിൽ കുറവുകൾ പറ്റാത്ത ആരാ ഉള്ളത്, ചവിട്ടി മെതിക്കരുത്. അപ്പോൾ അപ്പനും അമ്മയാണെന്ന് ഓർക്ക് അവരുടെ കണ്ണുനീര് ദൈവം കാണും. കുറച്ചേ ഉള്ളൂ, സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. ചിലർ പറയും അയ്യോ അത് ഇത് മറ്റേതെല്ലാം കൂടി താങ്ങുന്നില്ല. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നത് പോലെയാണ് ഈ ദാനധർമ്മം, പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടും, മരണത്തിൽ നിന്ന് രക്ഷിക്കും. ഇത് നവംബർ മാസമാണ്. നവംബർ മാസത്തിൻ്റെ പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുസഭ തന്നിരിക്കുന്നൊരു മാസം. അപ്പോൾ കുരിശിൻ്റെ വഴിയും കൊന്തയും പിന്നെ ഓഫീസും അന്യതയൊക്കെ ചൊല്ലിച്ച് നല്ല കാര്യം, അതെല്ലാം ചെയ്തോ. പക്ഷേ അവരുണ്ടാക്കി തന്നിട്ട് പോയതും അവർ സമ്പാദിച്ചു വെച്ചതൊക്കെയാണ് അടിച്ചു പരത്തി നമ്മളിന്ന് അടിച്ച് തെറിപ്പിച്ച് വെല്ലുവിളിച്ചും അഹങ്കരിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് ദാനധർമ്മങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും പരിഹാരങ്ങളും കൂടെ ചെയ്യണം. അവർ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇതാണ്, നമ്മളെക്കാൾ കഷ്ടസ്ഥിതിയിലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. അത് കൂടപ്പുറപ്പാകാം, രക്തബന്ധമോ അയൽവാസിയാകാം, തിരിച്ചൊന്നും കിട്ടണമെന്നില്ല. നമ്മളാ കുതികാല് വെട്ടിയവരോ കാല് വാരിയവരോ ആരും ആകട്ടെ. അപ്പോൾ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും. പെട്ടെന്ന് കുത്തൊഴുക്ക് പോലെ പോകും. എത്ര സംഭവം അറിയാമെന്നറിയാമോ? 35 വർഷമായിട്ട് ഈ ശുദ്ര ജീവിതത്തിൽ പോകുമ്പോൾ അയ്യോ 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 എന്നും പറഞ്ഞ് എവിടെ കുന്നുപോലെ കൂട്ടണേ, എന്നിട്ടും ഇല്ലക്കം പാടിക്കൊണ്ടിരിക്കുക. അവസാനം നിസ്സാരമായ കെണികളിലും കുത്തൊഴുക്കിലും പെട്ട് പോണ വഴി കാണാത്ത സംഭവങ്ങൾ ധാരാളം അറിയാം. ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. പാൽ കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യൻ, പാലിന് ചിലവ് കൂടുന്നതനുസരിച്ച് പിന്നെ പുഴ കടന്ന് വേണം ഈ പാലുമായിട്ട് പോകാൻ. അപ്പോൾ പാലിലെ വെള്ളം കൂട്ടലും കൂടി അങ്ങനെ ധാരാളം സമ്പത്തുണ്ടാക്കി, ധാരാളം പശുക്കൾ, ഒരു പശുവിൽ നിന്ന് ആരംഭിച്ച് ധാരാളം പശുക്കൾ പാല് കച്ചവടമൊക്കെ ഉപലമാക്കി. അവസാനം ഞങ്ങളുടെ മോകളുടെ കല്യാണമായി. സ്വർണം മേടിക്കാനായിട്ട് പുഴ കടന്ന് ഗ്രാമത്തിൽ പോയി സ്വർണം മേടിച്ച് വരുമ്പോൾ അന്ന് ഒഴുക്ക് കൂടുതലുണ്ട്, നേരവും വൈകി, കടത്തില്ലാതെ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കിടക്കണം. കള്ളന്മാരെ പേടിച്ചിട്ട് സ്വർണവും കൊണ്ട് അപ്പുറത്ത് കിടക്കുന്നതിലും ഭേദം എങ്ങനെയെങ്കിലും ഇക്കരെ വരാം. ഒരു വിധത്തിൽ സ്വർണ്ണമെല്ലാം ഒരു തോർത്തിൽ കെട്ടി ഇയാൾ നീന്തൽ അറിയാവുന്ന ആൾ നീന്തി കടക്കാൻ വേണ്ടി തുടങ്ങി. പുഴയുടെ പകുതി ഭാഗമൊക്കെ പിന്നിട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഒഴുക്ക് വന്നു, ആൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. സ്വർണം മുഴുവൻ ഒഴുകിപ്പോയി. മനസ്സിലായ? പാലിൽ വെള്ളം ചേർത്ത് വർഷങ്ങൾ കൊണ്ട് തൂത്തുകൂട്ടി ഉണ്ടാക്കിയത് മുഴുവൻ ഇതാ മക്കൾക്ക് കൊടുക്കാനിരുന്ന് അത് പുഴ കൊണ്ടുപോയ അവസ്ഥകൾ. ഇതൊരു കഥയാണെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്ന കേൾക്കുന്ന നിത്യജീവിതത്തിലുള്ള സംഭവങ്ങളും അനുഭവങ്ങളും. ഇത്രയും നാൾ കുഴപ്പമൊന്നുമില്ല, ഇതിലും വലിയത് ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു മിഥ്യാധാരണ തന്നെയാണ്. ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗമില്ല നരകമില്ല. അപ്പോൾ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. മൃത്യു എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷിക്കും, ആയുസ് കിട്ടും. പിന്നെ അന്ധകാരത്തിൽ അന്ധകാരം എന്ന് പറയുമ്പോൾ ഏത് മേഖലയിലും ആകാം, ഏതവസ്ഥകളും ആകാം, ഏത് വൈശാചിക പീഡകളോ ശാപങ്ങളോ കെട്ടുകളോ ആകാം. അതിൽ നിന്നെല്ലാം കാത്തുകൊള്ളും. ഏറ്റവും നല്ല പരിഹാര പ്രവൃത്തിയാണ് ദാനധർമ്മം. തോബിത്ത് 4:16 പറയുന്നുണ്ട്, വിശക്കുന്നവനുമായി നിൻ്റെ അപ്പം പങ്കിടുക, നഗ്നനുമായി നിൻ്റെ വസ്ത്രം, മിച്ചമുള്ളത് ദാനം ചെയ്യുക, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പ്രഭാഷകം 3:30. ഈ മൂന്ന് വചനങ്ങൾ തോബിത്ത് 4:7-12, തോബിത്ത് 4:16, പ്രഭാഷകൻ 3:30. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. വിശുദ്ധി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഏത് കാര്യവും നടക്കും. അല്ലെങ്കിൽ ബന്ധനവും തടസ്സവും കെട്ടും പൊട്ടും അവരെന്തോ ചെയ്തു ഇവരെന്തോ ചെയ്തു എന്ന് പറയും. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ദാനധർമ്മത്തിൻ്റെ പരിഹാര പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ചെയ്ത് പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം, രണ്ടും കൂടെ വേണം. ഒരു വള്ളത്തിൻ്റെ 2 തുഴവലയാണ്. പ്രാർത്ഥന മാത്രം പോരാ, ഒരെണ്ണം വെച്ചാൽ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അതേസമയം ഒരു തുഴയും കൂടെ ഉണ്ടെങ്കിലോ അപ്പുറത്തെ തുഴയും കൂടെ ഉപയോഗിച്ചാലോ അത് ആ വള്ളം കറക്റ്റായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുപോലെയാണ് പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം. അതിനുള്ള കൃപ ബോധ്യം ഉൾക്കാഴ്ച ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.